കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദന്റെ ഒക്കെ നാളത്തെ ഒരു അടിപൊളി പ്രമോ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. നാളത്തെ പ്രമോ വിശേഷത്തെ കാണിച്ചിരിക്കുന്ന മദ്യപിച്ച് ലക്ക് കേട്ട് അങ്ങനെ ഗോവിന്ദ് കുറച്ച് കാര്യങ്ങളൊക്കെ വിളിച്ചു പറയാണ് ഗീതുവിനോട്. അങ്ങനെ സഖി കേട്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ ഗീതു മുറിയിലിരിക്കുന്നു. അതോടൊപ്പം തന്നെ കിഷോർ വീട്ടിലേക്ക് ചെല്ലുവാണ്. പാതിരാത്രി കയറി ചെല്ലുന്ന ഈ സമയത്ത് കിഷോറിനെ കാണാതെ അവർണിക വല്ലാതെ സങ്കടപ്പെടുന്നുണ്ട്. പ്രഗ്നന്റ് ആയ സമയത്താണ്. ഈ സമയത്ത് ഭർത്താവ് കൂടെ ഉണ്ടാവണമെന്ന് ഏതൊരു ഭാര്യ ആഗ്രഹിക്കുന്ന പോലെ തന്നെയാണ് അവർണിയെ ആഗ്രഹിച്ചത്. പക്ഷെ അവർണികയുടെ എല്ലാ സ്വപ്നങ്ങളും തകിടം മറിച്ചുകൊണ്ട് പാതിരാത്രിയിലാണ് കിഷോർ കയറി വരുന്നത്. കിഷോർ വന്നു കഴിഞ്ഞപ്പോൾ അവർണിക്ക് വല്ലാത്ത സങ്കടം ഉണ്ടാകുന്നുണ്ട്. കിഷോറിന്റെ പെരുമാറ്റമൊക്കെ ഉണ്ട്. അപ്പൊ ആ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത്. ഇന്ന് നമ്മൾ അവസാനം കണ്ടത് കിഷോർ ബദനുമായിട്ട് ചേർന്ന് വലിയ പ്ലാനുകളും പദ്ധതികളും നടപ്പിലാക്കിയായിരുന്നു. പിന്നീട് ഗോവിന്ദന്റെ ഉള്ളിലേക്ക് വിഷം കുത്തി നിറച്ച് വിടുവാണ്. അങ്ങനെ ഗോവിന്ദൻ മദ്യപിച്ച് ലക്കിട്ട് വീട്ടിലേക്ക് കയറി വരിക. ഗീതുവിന് ഈ കാഴ്ച കണ്ടപ്പോൾ സഹിക്കാൻ പറ്റിയില്ല. കാരണം കാല് നിരത്തുറയ്ക്കുന്നുണ്ടായിരുന്നില്ല. പിന്നീട് ഒരു വ്യക്തി ഗീതു മുറിയിലെ ബെഡിലേക്ക് കയറ്റി കിടത്തുവാണ്. ഗോവിന്ദ ആദ്യം ആ സമയത്തൊന്ന് കിടന്നു. പിന്നീട് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഇങ്ങോട്ട് എഴുന്നേക്കുക. എഴുന്നേറ്റിട്ട് ഓരോ പിച്ചും പേയും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഗീതുവിന് ഭയങ്കര അസ്വസ്ഥയെ. പിന്നീട് ഗീതുവിനോട് പറഞ്ഞു, എന്നോട് ക്ഷമിക്ക്, എന്റെ അറിവില്ലായ്മ കൊണ്ട് പറ്റിപ്പോയതാ. അവൻ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ എനിക്ക് സഹിക്കാൻ പറ്റില്ല. അതാ ഞാൻ മദ്യപിച്ചെ. ഒരു നിമിഷത്തേക്കെങ്കിലും ഞാൻ നിന്നെ സംശയിച്ചു പോയെന്ന് പറയാണ്. പെട്ടെന്ന് ഗീതുവിന് എന്താ പറ്റിയെന്ന് അറിയത്തില്ല. എന്താ സംഭവിച്ചെന്ന് അറിയില്ലായിരുന്നു. എന്താ പറ്റി ഗോവിന്ദേട്ടൻ ഇങ്ങനെയൊക്കെ പറയണേ? ആരോ എന്തോ പറഞ്ഞിട്ടുണ്ട്. അത് കേട്ടാണ് ഇത്ര ഓവറായിട്ട് മദ്യപിച്ചിരിക്കുന്നത്. അവൻ എന്തേലും പറഞ്ഞാ എനിക്ക് നിന്നെ സംശയിക്കാൻ പാടുണ്ടോ? ഒന്നുമില്ലല്ലോ, എന്റെ ഭാര്യയല്ലേ നീ. എനിക്ക് നിന്നെ വിശ്വാസമാ ഗീതു. പക്ഷെ ഏതോ ഒരു ദുർബല നിമിഷത്തിൽ അറിയാൻ നിന്നെ സംശയിച്ചു പോയി. എന്നോട് ക്ഷമിക്ക് ഗീതു എന്ന് പറയാണ്. രാധികാമേ അവരെല്ലാം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് സഹിക്കാൻ പറ്റിയില്ലെന്ന് പറയാം. പെട്ടെന്ന് ഗീതുവിന് മനസ്സിലായി രാധികാമേ വരണു ഒക്കെ എന്തൊക്കെയോ പറഞ്ഞ് പിടിപ്പിച്ചിട്ടുണ്ട്. ഗോവിന്ദന്റെ മനസ്സിൽ വിഷം കുത്തി നിറച്ചിട്ടുണ്ട്. അതാണ് കണ്ണേറിന് ഇത്രമാത്രം വേദനിച്ച് മദ്യപിച്ചിരിക്കുന്നത്. കിഷോറിന്റെ പേരും ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ കിഷോർ എന്തോ ബാറി വെച്ച് എന്തോ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്താണെന്നറിയില്ല. അപ്പൊ അത് കണ്ടെത്താൻ എന്താ ഒരു വഴി? പിന്നീട് ഓരോ പിച്ചും പോയി ഇങ്ങനെ കണ്ടിന്യൂസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവസാനം ഒരു വീട്ടിൽ ഗീത് പിടിച്ച് കിടത്തുക. അതിനുശേഷം ഗോവിന്ദന്റെ ഫോൺ എടുക്കുകയാണ്. എങ്ങനെയോ സത്യം കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. അവളുടെ ബയോഡാറ്റ ഈ ഫോണിനകത്തുണ്ടെങ്കിൽ ഈ രാത്രി തന്നെ അത് അടിച്ചു മാറ്റണം. എങ്കിൽ മാത്രം അവളുടെ ഡീറ്റെയിൽസ് അറിയാൻ കഴിയുള്ളൂ. അവളുടെ അഡ്രസ്സ് എന്താണ്, അവൾ എവിടുന്ന് വരുന്നു, അതൊക്കെ അറിഞ്ഞപ്പോ എന്നെ കാര്യങ്ങൾ എളുപ്പം. അവളുടെ വീട്ടിൽ ചെന്ന് പറയാലോ, ചോദിക്കാനും പറയാനും ആളുണ്ടോന്ന് അറിയണമല്ലോ. അങ്ങനെയൊക്കെ പലവിധ ചിന്തകളും ഉണ്ടാകുന്നുണ്ടായിരുന്നു. ഗോവിന്ദ് ഉറങ്ങാൻ വേണ്ടി ഗീതു കാത്തിരുന്നു. പിന്നീട് ഗോവിന്ദ് ഉറങ്ങിയതിന് ശേഷം ഗോവിന്ദിന്റെ ഫോൺ എടുക്കുകയാണ്. ഈ സമയത്ത് വരുണും രാധികാമ്മയും ഭയങ്കര ചർച്ചയിലായിരുന്നു. വരുൺ പറഞ്ഞു, നാളെ അവള് വരുമെന്നല്ലേ പറഞ്ഞ അപർണിക. അപർണിക വന്നു കഴിയുമ്പം അമ്മയ്ക്ക് എന്താ പറയേണ്ടെന്ന് വല്ല ബോധ്യമുണ്ടോ? ഒരു കാര്യം ഉറപ്പാ, അവളുടെ മനസ്സിലേക്ക് നമ്മൾ എന്തേലും സംശയത്തിന്റെ നിഴല് പായി കഴിയുമ്പോൾ അത് ശരിക്കും കൊള്ളുന്ന വിധത്തിലായിരിക്കണം. അവള് ഗീതുവിനെയും കിഷോറിനെയും വെച്ച് അവൾക്ക് നല്ല സംശയം ഉണ്ടാവണമെന്ന് പറയാം. അതൊക്കെ എനിക്ക് വിട്ടേന്നേരെ, ഞാൻ തെളിവുകൾ സഹിതമല്ലേ കൊടുക്കാൻ പോണേന്ന് പറയണം. അല്ല അമ്മ എന്ത് തെളിവുകളാ കൊടുക്കാൻ പോന്നെ? അവളുടെ മുറിയിലെ CCTV തന്നെ, അതല്ലേ ഏറ്റവും വലിയ തെളിവ്. ആ തെളിവ് ഇല്ല. കാരണം ഇപ്പൊ CCTV വർക്ക് ചെയ്യുന്നില്ല. അവളോട് ചോദിക്കാം. കിഷോർ എപ്പോഴും ക്യാമ്പിലേക്ക് പോകുന്നുണ്ട്. പിന്നെ ബാക്കി കാര്യം നീ എനിക്ക് വിട്ടു തന്നേരെ. നീ എൻ്റെ ഒപ്പം ഒന്ന് സപ്പോർട്ട് ചെയ്ത് നിന്ന് തന്നാൽ മാത്രം മതി. അവളുടെ മനസ്സ് ഞാൻ മാറ്റിയെടുക്കുന്ന കാര്യം ഞാൻ ഏറ്റെന്ന് പറയാം. പക്ഷെ ഒരു കാര്യമുണ്ട്, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ ഗോവിന്ദേട്ടനോടോ ഗീതുവിനോടോ അവളെങ്ങാനും പോയി ചോദിച്ചാലോ അത് പ്രശ്നമാവില്ലെന്ന് ചോദിക്കണം. അപർണിക പോയി ചോദിച്ചാല് അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ലടാ. അങ്ങനെ പോയി ചോദിക്കാൻ പറ്റുമോ? കണ്ണനോട് നേരിട്ട് പോയി ചോദിക്കാൻ പറ്റുമോ ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച്? അവളത് മറച്ചു വെക്കുള്ളൂ. എങ്ങനെ ഈ പ്രശ്നം സോൾവ് ചെയ്യാനായിട്ടോ തീരുമാനിക്കുള്ളൂ. പിന്നെ ഗീതുവിന്റെ അച്ഛനെ ഇതിനകത്തുണ്ട്, പെട്ടിട്ടുണ്ട് ഭദ്രനും കിഷോറും ചേർന്നിട്ടല്ലേ ഈ നാടകം കളിക്കുന്നത്. അപ്പൊ ഒരുപക്ഷെ ഗീതുവിന് ഒന്നും ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അതുകൊണ്ട് ഗീതു അടങ്ങിയിരിക്കും. ഗീതുവിന്റെ നാവ് പൊങ്ങില്ല മോനെ. അതിനൊക്കെയുള്ള പദ്ധതി കിഷോർ ഇട്ടേക്കണേന്ന് പറയാം. എല്ലാം കേട്ട് ഞാൻ വരണം പറഞ്ഞു. കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. പക്ഷെ ഇതിന്റെ പേര് നമുക്കൊരു തട്ടുകേടുണ്ടാകാൻ നമ്മൾ നോക്കണം. എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവസാനം അത് കിഷോറിന്റെ മേലെ ചാർത്തി രക്ഷപ്പെടാനുള്ള പഴുത് കണ്ടെത്തിയിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ. കിഷോറിന്റെ കാര്യമാണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല. കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളാത്തവനവന്. സ്നേഹിച്ച പെണ്ണിനെ വഞ്ചിച്ചിട്ട് പണി കൊടുത്തതാ. അതുകൊണ്ട് അവന് ഒരു കാരണവശാലും നമ്മൾ വിശ്വസിച്ചു കൂടാന്ന് പറയണം. രാധിക പറഞ്ഞു, അതൊക്കെ എന്നോട് നീ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ മോനെ? അതൊക്കെ ഞാൻ ഏറ്റെന്ന് പറയാണ്. ഈ സമയത്ത് ഗീതുവാണ് ഉറക്കമില്ലാതെ ഇങ്ങനെ കുത്തിയിരിക്കുക. ഇനിയിപ്പൊ എന്ത് ചെയ്താലോ? കണ്ണാണ്ട് ഈ പോസൊന്ന് മാറ്റുന്നത്. നാളെ നേരം വിളിക്കട്ടെ, കൊടുക്കുന്നുണ്ട് താന് എന്താന്നുള്ള. ഇത്രമാത്രം ഫിറ്റ് ആയിട്ടോ ഇത് എന്താ സംഭവിച്ചത്? എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. അല്ലെ കണ്ണാണ്ട് ഇങ്ങനെ മദ്യപിക്കില്ല.
കിഷോറിനെ കുറിച്ചും ഒക്കെ പറയുന്നത് കേട്ടോ. അവൻ എന്തെങ്കിലും കള്ളത്തിന് ഇനി പറഞ്ഞു ഒപ്പിച്ചോ? അതിന്റെ വേദന ആണോ കുടിച്ചത്? അതോ ഇനി രാധികാമയും വരണ്ടേട്ടും കൂടെ ചേർന്നിട്ടാണോ? ആരെയും വിശ്വസിച്ചുകൂടാ. പക്ഷെ കണ്ണേട്ടൻ തന്നെ വിശ്വാസമായിരുന്നു. പക്ഷെ ഒരു കാര്യത്തെക്കുറിച്ച് പലതവണ ഒരാളോട് പറഞ്ഞു കഴിയുമ്പം അവർക്കും അതൊക്കെ സംശയം ഒന്ന് തോന്നി തുടങ്ങും. രാധികാമ്മ കഴിഞ്ഞ ദിവസം ഓഫീസിൽ വന്നിട്ടുണ്ടായിരുന്നു. ഓഫീസിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇനി എന്തെങ്കിലും കുതന്ത്രം ഉപയോഗിച്ച് കാണുമോ? പറയാൻ പറ്റില്ല. അതൊക്കെ ഓർത്തിട്ട് ഗീതനും വല്ലാത്തൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ രാത്രിയായി കഴിഞ്ഞിട്ട് കിഷോറിനെ കാണാതെ ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു അവർണിക. പക്ഷെ അവർണിക വിളിക്കാനൊന്നും പോയില്ല. അവർണികയുടെ മനസ്സ് നിറച്ചും തന്റെ ഫ്രണ്ട് പറഞ്ഞ കാര്യങ്ങളായിരുന്നു. ഗീതുവിന്റെ ഫോണിലേക്കാണ് അതിനകത്ത് നിന്ന് കോള് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത്രയും കാലം തന്നെ ചതിച്ചുകൊണ്ടിരുന്ന ഗീതു ആണല്ലോ എന്നൊരു ചിന്തയൊക്കെ അവർണയുടെ ഉള്ളിലുണ്ട്. ഗീതു അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ അവർണയ്ക്ക് ഫുഡ് കഴിക്കാൻ പോലും താഴേക്ക് പോകാൻ തോന്നിയില്ല. അവർണയ്ക്ക് ഫുഡ് കഴിക്കാൻ പോലും പോയില്ല. ഇടയ്ക്ക് വന്ന് ശ്രീജയും കിഷോറിന്റെ അമ്മയൊക്കെ വിളിച്ചു ഫുഡ് കഴിക്കാനായിട്ട്. പക്ഷെ അവർണിക എഴുന്നേറ്റ് പോയില്ല. മോളെ ഈ സമയത്ത് ഇങ്ങനെ ഫുഡ് കഴിക്കാതിരിക്കില്ല, കുഞ്ഞിന് കേടാന്നൊക്കെ പറയാന്. പക്ഷെ അവർണിക ഒന്നും മൈൻഡ് ചെയ്തേ ഉണ്ടായിരുന്നില്ല. അവർക്ക് മനസ്സിലായി എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അവർണിക ഇങ്ങനെ കിടന്ന് കരയേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ അവരോടൊന്നും അവർണിക ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. നാളെ രാധികാമേനെ കാണാൻ പോണം. അവരെന്താ പറയണേന്ന് അറിയത്തില്ല. അതും കൂടെ അറിഞ്ഞിട്ട് വേണം. ഇനി ഗീതുവാണോ ഇതിന്റെ പിന്നില്, അതോ മറ്റാരെങ്കിലും തന്നെ ചതിക്കുവാണോ? തന്നെ പറ്റിക്കാൻ തന്നെയും ഗീതുവിനെ തമ്മില് പിരിക്കാനായിട്ട് കാണിക്കുന്ന പരിപാടിയാണോ എന്നൊക്കെ ഉള്ള സംശയങ്ങൾ അവർണയുടെ ഉള്ളിലുണ്ടായിരുന്നു. ഗീതു ഒരിക്കലും ഇങ്ങനെ ചെയ്യുമെന്ന് വിശ്വസിക്കാൻ പോലും അവർണയ്ക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. പക്ഷെ തെളിവ് സഹിത കിട്ടിയേക്കുന്നത്. അപ്പോൾ അത് അവിശ്വസിക്കാനും പറ്റില്ലല്ലോ. അങ്ങനെ പാതിരാത്രിയായി കഴിഞ്ഞപ്പോഴത്തേനും കിഷോർ വരുവാണ്. ശ്രീജയും കിഷോറിന്റെ അമ്മയും അവിടെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. കിഷോർ വന്ന് അവിടെ ഇരുന്നിട്ട് ചോദിച്ചു, അല്ല അവർണയ്ക്ക് എന്തേന്ന് ചോദിക്കാണ്. ഓ, ഇപ്പോഴെങ്ങനെ നീ തിരക്കിയല്ലോ, പാതിരാത്രി വന്നിട്ടാണ്ടോ സ്വന്തം ഭാര്യനെ കുറിച്ച് തിരക്കുന്നത്? അല്ല അവള് ഫുഡ് വല്ലതും കഴിച്ചോന്ന് ചോദിക്കണം. ഫുഡ് വല്ലതും കഴിച്ചോ നീ പോയി ചോദിക്കുക. ഇന്നത്തെ ദിവസം അവള് പച്ചവെള്ളം പോലും കുടിച്ചിട്ടില്ല. അവള് പ്രഗ്നന്റാ. നിനക്ക് ആ ഒരു ചിന്ത വല്ലതും ഉണ്ടോ കിഷോറേന്ന് ചോദിക്കണം. അല്ലമ്മേ, അമ്മ എന്തിനാ എന്നെ ചാടിക്കടിക്കാൻ വരുന്നേ? എനിക്ക് ഓഫീസിൽ ഒത്തിരി ജോലികളൊക്കെ ഉണ്ട്. ആ തിരക്കിനടിക്ക എനിക്ക് അവളുടെ കാര്യം ഒന്ന് നോക്കാൻ പറ്റുമോ? എന്തേ, അവള് പ്രഗ്നന്റ് ആന്നുള്ള കാര്യം നിനക്ക് ഓർമ്മ വേണം. പണ്ടത്തെ പോലെയല്ല. പണ്ടായിരുന്ന കുഴപ്പമില്ല. ഇപ്പൊ അവളുടെ വയറ്റിലൊരു കുഞ്ഞു വളരുന്നുണ്ട്. ആ കുഞ്ഞിന് ആരോഗ്യം ഉണ്ടാവണമെങ്കിൽ അവള് ഫുഡ് കഴിക്കണം. നിന്റെ കുഞ്ഞു തന്നെ അല്ലേടാ അവളുടെ വയറ്റ് വളരുന്നേ. എന്നിട്ടാണ് നീ പാതിരാത്രി കയറി വന്നിട്ട് അവള് ഫുഡ് കഴിച്ചാന്നൊക്കെ ചോദിക്കുന്നേ. നിനക്ക് നാണമില്ലേടാ കിഷോറെന്ന് ചോദിക്കണം. അമ്മേ, ഒരു കാര്യം പറഞ്ഞേക്കാം, ആദ്യം എന്നെ ഭരിക്കാൻ പറയണ്ട. എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ടെന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. കേട്ടല്ലോ. പിന്നെ അവള് പ്രഗ്നന്റ് ആണെങ്കിൽ അവൾക്കറിയാൻ വേണേ ഫുഡ് കഴിക്കണമെന്ന്. പിന്നെ എപ്പോഴും എനിക്ക് അടുത്ത് പോയിട്ട് വാരി കൊടുക്കാനൊന്നും പറ്റില്ല എന്ന് പറയണം. ശ്രീജയ്ക്ക് ദേഷ്യം വന്നു. ശ്രീജ പറഞ്ഞു, ഏട്ടാ ഇച്ചിരോടെ ഒന്ന് കെയർ ചെയ്യണം അവർണ ചേച്ചനെ. പാവം രാവിലെ തൊട്ട് എത്രമാത്രം സങ്കടപ്പെട്ടിരിക്കുന്ന അറിയാവോ? ഈ സമയത്തല്ലേ ഏട്ടനെ ചേച്ചിയുടെ അടുത്ത് ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യണ്ടേ? എന്നിട്ടാണോ ഏട്ടൻ ഇങ്ങനെ ഈ ഏതെങ്കിലും ഒരു സമയത്തൊക്കെ കയറി വരുന്നേ? ആ ചേച്ചിയുടെ മനസ്സിൽ എത്രമാത്രം വേദന ഉണ്ടാക്കുന്നെന്ന് അറിയാവോ? എന്ത് പറ്റി ഏട്ടാന്നൊക്കെ ചോദിക്കണം. ശ്രീജ, ഒരു കാര്യം പറയാം, കൂടുതൽ എന്നെ ചോദ്യം ചെയ്യാൻ വരണ്ട. നീ നിന്റെ നിലയ്ക്കും വിലയ്ക്കും നിന്നാ മതി. പിന്നെ എനിക്ക് എന്ത് ചെയ്യണോ എന്ത് ചെയ്യണമെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറഞ്ഞിട്ട് കിഷോർ അങ്ങോട്ട് കയറി പോവാണ്. അപ്പൊ ശ്രീജ പറഞ്ഞു, എന്തോ പ്രശ്നമുണ്ടല്ലോ അമ്മേ. കിഷോറേട്ട പഴയ പോലെയല്ല, എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എന്താണെന്നറിയില്ല. അവർണിയേച്ചന് ഇപ്പോൾ തീരെ ഇഷ്ടമില്ലാത്ത പോലെ തോന്നേ. അവർ തമ്മിൽ എന്തോ പ്രശ്നമുള്ള പോലെ തോന്നുന്നു പറയണം. പിന്നീട് കിഷോർ ചെന്ന് കഴിയുമ്പോഴത്തേനും അവനെ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ കിടക്കുമായിരുന്നു. കിഷോർ എന്നിട്ട് മൈൻഡ് പോലും ചെയ്യാതെ അവർണയെ ഇരിക്കണം. നീ എന്താ ഫുഡ് കഴിക്കാത്തതെന്ന് ചോദിക്കണം. അവർണയും മിണ്ടിയില്ല. അതെന്താ, ഇനിയിപ്പോൾ ഞാൻ വന്ന് വാരി തന്നാലും നീ ഫുഡ് കഴിക്കാതെന്ന് ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടുകയാണ് അവർണികയോട്. അവർണിക്ക് അങ്ങോട്ട് കുറേ സമയം കേട്ടോണ്ടിരുന്നു. അവസാനം അവർണിക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു. അവർണി അങ്ങ് ചാടി എഴുന്നേക്കുവാണ്. ചാടി എഴുന്നേറ്റ് ചോദിച്ചു, അല്ല കിച്ചു, നിന്നെ ആരാ ഫോൺ വിളിക്കുന്ന ചോദിക്കുവാണ്. എന്നെ ആരും ഫോൺ വിളിക്കുന്നല്ലോ. ചുമ്മാ കള്ളത്തരം പറയരുത്. ഞാൻ കണ്ടുപിടിച്ച ആരാ നിന്നെ ഫോൺ വിളിക്കുന്നതെന്ന്. ഞാൻ നിന്നെ കാണിച്ചു തരുന്നുണ്ട്. നാളെ നേരെ ഒന്ന് വെളുത്തോട്ടെ എന്ന് പറയാണ്. ഇത് പറഞ്ഞിട്ട് അവർണി തിരിഞ്ഞു കിടക്കുക. കിഷോറിന് മനസ്സിലായി തന്റെ പ്ലാനുകളും പദ്ധതികളും എല്ലാം വിജയിച്ചു. ഇനി ബാക്കി കാര്യങ്ങൾ ഇവളും നോക്കിയോളും. അങ്ങനെ ഒരു സന്തോഷത്തില് കിഷോർ ഇരിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത്. അപ്പൊ ഇതിന്റെ ഫുൾ വിശേഷങ്ങളുമായിട്ട് നാളെ രാവിലെ തന്നെ ഞാൻ വരാട്ടോ. അപ്പൊ എല്ലാവരും മറക്കാതെ കയറി കാണണം. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായിട്ട് കാണുന്നവരാണ് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.